ചങ്ങായിമാർ ഇന്ന് നോമ്പ് 17 ബദരീങ്ങൾ നേർച്ചകൾ നടക്കാൻ നമ്മുടെ നാട്ടിൽ. എന്തായാലും അതിൻ്റെ ഒരു വ്ളോഗ് കണ്ടല്ലോ. ഇനി നമ്മുടെ നാട്ടിൽ നേർച്ചയ്ക്ക് പോകണം പോക്കട്ടെ. ഞാൻ എൻ്റെ പെങ്ങൾ 2 കുട്ടികളും എൻ്റെ കുട്ടിയുണ്ട്. എന്താ നീനെ കാണിച്ച് നടന്നു മാമൻ കേട്ടോ. ഇവനാണ് ഫത്തഹ്, ഇവനാണ് ഞാൻ പറഞ്ഞ നാട്. ഇവൻ ആദ്യമായിട്ടോ ഈ നേർച്ചയ്ക്ക് വരുന്നത്. കഴിഞ്ഞ 17 ബദരീങ്ങൾ ഇവൻ പ്രസവം കഴിഞ്ഞിട്ടില്ലോ തോന്നുന്നുണ്ട്. എന്തായാലും മൈമൂട്ടൊക്കെ ഞാൻ ചെല്ലുമ്പോൾ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുക. കണക്ക് കൂട്ടി ഓരോ പൈസ ഇങ്ങനെ കൊടുത്തിരിക്കണം. ആൾക്കാരൊക്കെ വന്നു തുടങ്ങുന്നു കേട്ടോ. ആകെ കുറച്ച് ആൾക്കാരുള്ളൂ, വെല്ലുണ്ടാവുന്ന ആൾക്കാർ. പഴയമാരൊന്നുമല്ല, കാരണവന്മാർ മാത്രമേ ഉള്ളൂ. പണ്ട് കുട്ടികളും മക്കളാണ്. നേർച്ചാറിന് ഞങ്ങൾ ആരും സ്കോപ്പ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഒന്നുമല്ല, അപ്പോൾ എല്ലാവരും അവനാൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. അവിടെ ഞാൻ മെല്ലെ എസ്കേപ്പ് അടിച്ച് ഷോപ്പിലേക്ക് വന്ന് ചെക്കന്മാരൊന്ന് പണി തുടങ്ങിയിട്ടുണ്ടോ. ഓരോരുത്തരും ഇങ്ങനെ പണി ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ഞാൻ അവിടെ വന്ന് മെല്ലെ എസ്കേപ്പ് അടിച്ചിട്ട് പിന്നെ ഒന്ന് അങ്ങോട്ട് തന്നെ പോകേണ്ട അവസ്ഥ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നെൽമിസ്സായിട്ട് വന്ന് രാജ്യമൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ സെറ്റായി കൊടുത്ത് ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോഴത്തെ കബോർഡ് പിന്നെ അവിടെ ചെയ്യുന്ന കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. എന്തായാലും കോണ്ടാണിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പറഞ്ഞ കബോർഡ്. ഇതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് അതാണ്. പിന്നെ നേർച്ച വന്നപ്പോൾ നമ്മൾ ഈപ്പ അവിടെ കിടന്ന് കറങ്ങും. അപ്പോൾ എന്താ ഈപ്പ വന്ന് കറങ്ങും വെച്ചാൽ ഇപ്പം പറയുന്നത് ആ പെണ്ണ് ശരി അതിൻ്റെ നേർച്ച അതിൻ്റെ പൈസയ്ക്ക് വേണ്ടി വന്നാണെന്ന്. ചെക്കൻ പെണ്ണിട്ടാണ് കുറേ നടന്നുകൊണ്ടോ. നാട്ടിലെ മെയിൻ ഓട്ടോക്കാരനെ ഇപ്പോൾ ഗൾഫിൽ നിർത്തി നാട്ടിൽ കൂടി ആൾ നൈസായിട്ടോ ആൾ പാവാണ്. എന്തായാലും അടുപ്പത്ത് ഇങ്ങനെ ഇറച്ചിയൊക്കെ ഇങ്ങനെ കയറ്റിക്കൊണ്ട് നൈസായിട്ട് അടുപ്പത്ത് ഇറച്ചിയൊക്കെ കയറ്റിക്കൊണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ആവിയൊക്കെ വരുന്നുണ്ട്. ഉള്ളിയും കാറിൽ വെട്ടാൻ കാണുന്നുണ്ട്. ഇതാ വരുന്നത് നമ്മളെ വെപ്പേരം ചെയ്തവയാക്കുക. ആളൊരു മുതലാണ്. എന്തൊക്കെ ഞങ്ങൾ 2 സ്റ്റൂളൊക്കെ ഒപ്പം കൈ പിടിച്ചിട്ട് വരുന്നത്. എന്തായാലും മുമ്പറോടെ ഇരുന്ന് വെട്ടാൻ തുടങ്ങി എൻ്റെ മോനെ. എന്തായാലും ചെയ്തവാക്കെ ഉള്ളി വെട്ടും. നമുക്ക് നൈസായിട്ട് അടുത്ത പരിപാടി സൈറ്റിൽ പോകണ്ട. അപ്പം നൈസായിട്ട് വീട്ടിൽ തന്നെ പോകണം. എന്തായാലും അടുത്ത സൈറ്റ് നമുക്ക് എടുക്കാൻ മഞ്ചേരിയാണ്. അപ്പോൾ കാർ എടുത്തിട്ട് തന്നെ പോകണത്. കാർ എടുക്കാനുള്ള പോക്കാണ് മക്കളെ ഈ കാണുന്നത്. കാറിൽ നിന്ന് പോകുമ്പോൾ വാശിയും വേണം. ഓക്കെ, ഇതാണ് നമ്മുടെ വണ്ടർമാനെ ഉള്ളു. ആകെ ഉള്ളൊക്കെ ആ കലങ്കോലാണ്. എന്തായാലും നൈസായിട്ട് വണ്ടി എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് പോകണ വൈക്ക് അഫ്സലിനെയും കൂട്ടണം. ആ വരുന്ന മുതൽ അഫ്സൽ. ഇത് നമ്മൾ അഫ്സൽ വരുന്നു. അഫ്സൽ വീട് കറക്റ്റില്ല, മസിലൊക്കെ പിടിച്ചിട്ടാണ് വരുന്നത്. ഏതാ പുതിയ ഇതാണ് നമ്മളെ മുളയങ്കാവ് റൂട്ട്. നമുക്ക് വർക്ക് എടുക്കുന്നത് കൂട്ടിലങ്ങാടി ഭാഗത്തോട്ടോ. മഞ്ചേരിക്കല്ല, മലപ്പുറത്തിനടുത്ത് ഉള്ളതാണ്. പോണ വൈക്ക് സർവീസ് സെൻ്ററിൽ വണ്ടി കയറ്റി സണ്ടിക്ക് വന്ന് നൈസായിട്ട് വാഷ് ചെയ്ത് ആകെ മൊത്തം ചളിയായിരുന്നു. നൈസായിട്ട് കഴുകാൻ കൊടുത്ത് സാധനത കിണ്ണം കാച്ചി തന്നിട്ടുണ്ട് ചെക്കന്മാർ. വണ്ടത് കേട്ടോ സർവീസ് സെൻ്റർ തന്നെ നമ്മളുടെ. എന്തായാലും നൈസായിട്ട് കഴുകി തന്നിട്ടുണ്ട്. നൈസായിട്ട് ബൈ പറഞ്ഞിട്ട് അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി പോകാൻ നിൽക്കുകയാണ്. ഓക്കെടാ ഇല്ലല്ലോ അതേ പറഞ്ഞ അഫ്സൽ. അഫ്സലിൻ്റെ മുടിയൊക്കെ ഹെയർ സ്റ്റൈൽ നോക്കി നിങ്ങൾ മുടിയല്ല മുടി ഹെയർ സ്റ്റൈലൊക്കെ ചെക്കൻ്റെ ഹെയർ സ്റ്റൈലാണ് നിങ്ങൾ എൻ്റെ മോന്. അഫ്സലും മമ്മൂട്ടിയൊക്കെ റിവേഴ്സേജാണ്, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നമ്മൾ പോണ വഴിക്ക് ഏതാ പള്ളിയൊക്കെ നിങ്ങൾ ഈ പള്ളി അറിഞ്ഞൊന്ന് കമൻറ്റ് അടിക്കണേ. ചോര ഇറങ്ങി വരുമ്പോൾ എന്താ ലുക്കില്ലേ പള്ളിയാണ് എൻ്റെ മോനെ. എന്തായാലും വരുന്ന വഴിക്ക് അൽമിയേക്കൊന്ന് കയറി നൈസായിട്ട് മഞ്ചേരി മലപ്പുറം പോയിട്ട് സൈറ്റിൽ പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. നൈസായിട്ട് വേഗം തിരിച്ചു പോകുന്നു. എന്തായാലും അൽമിയ കയറി 4 പാക്കറ്റ് പോയാലും വേണം പെണ്ണുങ്ങൾ വിളിച്ചായിരുന്നു. അതൊക്കെ മേടിച്ച് നൈസായിട്ട് പോകുന്നു. 10 കോഴിക്കും മേടിച്ചു. കുടിക്ക് വന്ന് ഇതാ നമ്മൾ വീട്, ഇതാണ് വീട്ടോ. വീട്ടിലേക്ക് എത്തി വണ്ടി നിർത്തി ചെക്കൻ്റെ ഒപ്പം കുറച്ചേരം ഇരുന്ന് തിരിച്ച് നമ്മൾ വീണ്ടും നേർച്ച കൊടുത്ത് പോകണം. എന്തായി നോക്കണം, ഇറച്ചി ബന്ധുക്കളും നോക്കണം. നോമ്പാണ്, എന്നാലും നോക്കാൻ പറ്റില്ല, പോയിട്ട് കാണണ്ടേ ഇറച്ചി ബന്ധുക്കളെന്നുള്ളത്. എന്തായാലും അതിലൊന്ന് പോകണം. ചെക്കനൊപ്പം കുറച്ചേരം കളിച്ച് പിന്നെ നൈസായിട്ട് പോകാൻ ഉറങ്ങിട്ടോ. ഞാൻ നൈസായിട്ട് പിന്നെയും നേർച്ചക്ക് പോയി. ആടാ മോനെ ഏതാ നോക്കിക്കളി ചെയ്തിലൊക്കെ ഇറച്ചിമ പിടിച്ച് മല്ല് കെട്ടാണ്. ഇറച്ചി ഇറക്കിക്കള പരിപാടി. എന്തായാലും ഇറച്ചി ഇറക്കി ആ തിളച്ചുകൊണ്ടിരിക്കുന്ന ഇറച്ചി ഇറക്കി വെച്ചിട്ട് ഇതാ ഇളക്കിക്കൊണ്ടിരിക്കണേ. എന്തായാലും സർവ്വയുള്ള പരിപാടിയാണ്. ഓരോ പാക്കറ്റിലാക്കണ്ടേ. ഏകദേശം മസർ ബാങ്ക് കൊടുക്കാറായിക്കണേ. നേർച്ചയുടെ മൗലിക ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതും ഇങ്ങനെ നടക്കുന്നത്. അലിമോനാണ്, ജിമ്മൻ അലിമോൻ. അത് സഫീക്ക്, മറ്റത് അഫ്സൽ. എന്തായാലും എല്ലാവരും ഉണ്ട്, എല്ലാവരും സജീവാണ്. അലിമോനാണ് കേട്ടോ പാക്കറ്റ് പിടിച്ചിരിക്കുന്നത്. അലിമോൻ്റെ കൂടെയുള്ളത് അലിമോൻ്റെ ഇളാപ്പാടെ മോനാണ്. എന്തായാലും മൂത്താപ്പാടെ മോന്. പിന്നെ കുഞ്ഞാനാക്കുണ്ട്. ഇതേ അഫ്സലാണ് അവിടുത്തെ ഓളിനോട് കണക്ക് ചെയ്ത് 10 രൂപ കണക്ക് ചെയ്ത് ചെക്കൻ കുഴങ്ങി കിടക്കുകയാണ്. എന്താ മോനെ ഇത് നമ്മൾ അഴുത്തു. ഇവൻ സെലിബ്രിറ്റിയാണ്. ഇവൻ പണ്ടൊരു വീഡിയോ ചെയ്തതിന് ഇവൻ ആകെ ഫേമസ് ആയിക്കണ്. ഇതാ നമ്മൾ സഫീഖാണ്. സഫീഖ് 10 രൂപ എണ്ണാരൊന്നുമില്ല. അങ്ങോട്ട് നൈസായിട്ട് ഇങ്ങനെ 10 രൂപ എണ്ണി കണക്ക് കൂട്ടി ഒപ്പിച്ചൊക്കെയുണ്ട്. നേരെ 1 2 എത്ര വെച്ചാൽ പരമരത്തന. എന്തായാലും ചെക്കൻ നൈസായിട്ട് മുങ്ങളെ പരിപാടിക്ക് ഫോണൊക്കെ എടുക്കാൻ സമ്മതിച്ചില്ല. എന്തായാലും ഇറച്ചി പൊതിയലും കാറിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നൈസായിട്ട് അതൊക്കെ കഴിഞ്ഞ് ചെക്കന്മാർ 10 എണ്ണം തുടങ്ങിയിട്ട് കാര്യമായിട്ടുണ്ട് 10. എൻ്റെ മോനെ 10 സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. എടാ മോനെ എല്ലാവരും സജീവാട്ടോ. ചെക്കന്മാർ മൊത്തം സജീവാണ്. അതിനുള്ള സമാധാനം. 10 രൂപയൊക്കെ ഫുൾ സെറ്റാക്കി വെച്ചത് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഞാൻ കൊടുത്താൽ മതി. അതേ കൊടുത്തുകൊണ്ടിരിക്കുന്ന വീഡിയോ ഞങ്ങൾ കാണുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. നൈസായിട്ട് ഞാൻ കൂടി പോട്ടെ. സാധനം കിട്ടിയിട്ടുണ്ട്.